ഗോവിന്ദാഭിഷേകം. മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ എന്ത് നടന്നു? അഭ്യഷിഞ്ചതാശാർഹം ഗോവിന്ദാത്. അങ്ങനെ ദാശാർഹനെ ഭഗവാനെ അഭിഷേകം ചെയ്തു. അഹമിന്ദ്രോഹി ദേവാനാം ത്വം ഗവാമിന്ദ്രതം ഗതഃ. ദേവന്മാരുടെ ഇന്ദ്രനാണ് ഞാൻ, ദേവേന്ദ്രൻ. എന്നാൽ നീ ആരാണ് കൃഷ്ണ? നീ ഗോക്കളുടെ ഒക്കെ ഇന്ദ്രനാണ്, ഈ ഭൂമിയുടെ മുഴുവൻ ഇന്ദ്രനാണ്. ഗോശബ്ദത്തിനെ പശു എന്നും അർത്ഥമുണ്ട്, ഭൂമി എന്നും അർത്ഥം. അപ്പൊ ഗാം വിന്ദതി ഗോവിന്ദ, ഭൂമിയെ പരിപാലിക്കുന്നവനെന്നും ഗോക്കളെ പരിപാലിക്കുന്നവനെന്നും. അങ്ങനെ ഗോവിന്ദ ഇതി ലോകേ ത്വം ഗാസ്യന്തി ഭുവി മാനവാഹ. മാനവാഹ ത്വാം ഗോവിന്ദ ഇതി ഗാസ്യന്തി. അങ്ങനെ അതിഗംഭീരമായി അവിടെ ഗോവിന്ദാഭിഷേകം. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഗോവിന്ദാഭിഷേകവും പറഞ്ഞു. അതിനിടയിലാണ് ഏകാദശി വ്രതം അനുഷ്ഠിച്ചു നന്ദഗോപൻ. ഏകാദശ്യാം നിരാഹാര സമഭ്യർച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ത്യ ദ്വാദശ്യാം ജലമാവിശത്.